നാളെ മുതൽ ഞങ്ങൾ ബസ് ഇറക്കിയാലോ എന്ന് ആലോചിക്കുകയാണ്. ഇറക്കണം, തീർച്ചയായിട്ടും ഇറക്കണം. അത് നാട്ടുകാരുടെ ഒരു ആവശ്യമല്ലേ. ഇറക്കണമെന്ന് ഞങ്ങൾ ഗ്രാമങ്ങളോടും നഗരങ്ങളോടും അഭ്യർത്ഥിക്കുകയാണ്. അതിൽ സൗജന്യമുണ്ട്. ടൗൺ ടു ടൗൺ ഫ്രീ ആണ്. ലിമിറ്റഡ് സ്റ്റോപ്പ് ഓർഡിനറി ഫ്രീ ആണ്. ഇനിയും ഗ്രാമവണ്ടികൾ ഉണ്ടാവും. ഇതൊരു തുടക്കം മാത്രമാണ്. ഭയങ്കര ബിൽഡപ്പാണല്ലോ. അടുത്തിരിക്കുകയാണ്. എന്തായാലും യാത്രയ്ക്ക് അടിപൊളിയായി. അതെ, ഇത് നമുക്ക് സ്റ്റാൻഡിലുള്ള ആൾക്കാരോടൊക്കെ ചോദിക്കണ്ടേ, യാത്രക്കാരോടൊക്കെ ചോദിക്കണോ? തീർച്ചയായും നമുക്ക് യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു? ഭയങ്കര അടിപൊളിയായിരുന്നു. പിന്നെ പാട്ടുകൾ പാടി ഭയങ്കര നല്ല. ഇനി എങ്ങോട്ട് പോയിക്കൂടെ? സൗജന്യമായിട്ട് കേറി പൊക്കൂടെ? സത്യം. അപ്പൊ എന്തായാലും നമ്മൾ ഇവിടെ ആഹ്ലാദ പ്രകടനം നടത്തുകയാണ്. പറഞ്ഞോളൂ. ഈ പെയിന്റ് ഒക്കെ ഒന്ന് നന്നാക്കി അല്ലേ, ഇത്തിരി കേന്ദ്രത്തിൽ പിടിച്ചു വെക്കുന്ന പൈസ കൂടി കുറച്ചിങ്ങോട്ട് തരാൻ പറയാം. പക്ഷെ കണക്ക് കൊടുക്കണം നിങ്ങള്. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. ഈ പൈസക്ക് കണക്ക് കറക്റ്റായിട്ട് കൊടുക്കണ്ടേ? ഫ്രീ തന്നാലും നന്നായിട്ട് കൊടുക്കണ്ടേ? ഇനി ഇവിടെ നിന്നാൽ എന്റെ പണി പോവും. ഇവിടെ അപ്പൊ എന്തായാലും വലിയ സന്തോഷം. അപ്പൊ നമ്മുടെ ഇപ്പം ഒരുപാട് എന്താ പറയാ സ്ത്രീകൾ, കുട്ടികൾ സ്ലിപ്പ് ആയല്ലേ ബസ്സിന് വൈറ്റില സ്റ്റാൻഡിലേക്ക് കൂടി ഹബിലേക്ക് കൂടി ഇറങ്ങാണ്. ഇതാ നമ്മുടെ ഈ ഇവിടുത്തെ ഇവിടെ ഒരുപാട് പേരുണ്ട്. അമ്മ അന്ന് KSRTC സൗജന്യ യാത്ര തുടങ്ങിയല്ലേ? എന്താ ഹാപ്പിയാണോ? ഹാപ്പി. നമ്മളെ കാര്യം എന്താ നിങ്ങൾ അങ്ങനെ ഒരു വർത്താനം അല്ലല്ല, നിങ്ങൾ എന്തോ മനസ്സിൽ വെച്ച് പറയാണല്ലേ. നമ്മളൊക്കെ തട്ടി താഴ്ത്തോട്ട് ഇടും. എന്താ ഞങ്ങളുടെ റൂട്ടിൽ കൂടി ഈ വണ്ടിയില്ല, പ്രൈവറ്റേ ഉള്ളൂ. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. പക്ഷെ അങ്ങനെ വന്നല്ലോ. റൂട്ട് ഞാൻ അമ്പലമോള് അങ്ങോട്ട് വരാൻ പറയാം നമുക്ക് സർക്കാരിനോട്, മുഖ്യമന്ത്രിയോട് വേണേ പറഞ്ഞേ, ഗതാഗത മന്ത്രിയോടോ. അതൊക്കെ ഞങ്ങൾ പറഞ്ഞോളാം. അതൊക്കെ ഓക്കെ. ഇങ്ങോട്ടാ പോണേ? തുറവൂരേക്ക്. പക്ഷെ ഇത് സൂപ്പർ ഫാസ്റ്റ് അല്ലേ? അതിനകത്ത് കയറണം. എങ്ങനെയുണ്ട് KSRTC സൗജന്യ യാത്ര? എന്റെ അഭിപ്രായത്തിൽ അങ്ങനെ വേണ്ടെന്നാണ്. കാരണം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ വേണമെന്നാണ് എന്റെ ഒരു ആഗ്രഹം. അപ്പൊ സന്തോഷമുണ്ട്, പക്ഷെ എന്നാലും എനിക്ക് അതിനോടൊരു വിനിയോജിപ്പ്. പെണ്ണുങ്ങളായ ഇങ്ങനെ തന്നെ വേണം. എന്തുകൊണ്ടാ വിയോജിപ്പ്? സ്ത്രീകൾക്കും പുരുഷനും ഒരുപോലെ കൊടുക്കണം എന്നാണോ? ഒരുപോലെ കൊടുക്കണം എന്നാണ്. അങ്ങനെ പറയരുത്. നമ്മുടെ ഒരു സാമൂഹ്യ സാഹചര്യത്തിൽ എന്റെ ഒരു അഭിപ്രായത്തിൽ ഇത് വേണ്ടെന്നാണ്. ഒത്തില്ല. മോളെ പേരെന്താ? ശ്രീലക്ഷ്മി. ശ്രീലക്ഷ്മിയുടെ അഭിപ്രായത്തിൽ ഇത് വേണ്ടെന്നാണ്. എന്തായാലും നമുക്കിനി ഒത്തില്ലല്ലേ, അത് സാരമില്ല, അത് കിട്ടും. ബിന്ദു കൃഷ്ണയുടെ തലയിൽ ചൂട് പായസം വീണു. കൊല്ലം KSRTC ഡിപ്പോയിൽ നടന്ന ഈ പ്രിയദർശി ബസ് ഉദ്ഘാടന പരിപാടിയിലായിരുന്നു ഇങ്ങനെ ഒരു സംഭവം. എന്റെ നേരെ ഓർക്കാപ്പുറത്തുള്ള ഒരു ആക്രമണമായിരുന്നില്ലേ? എന്റെ കയ്യിൽ അവനെ കിട്ടിയേ ഞാൻ അവനെ അരിഞ്ഞ് മുളകിട്ട് അങ്ങനെ തിന്നിടോ. കത്തിപ്പടരുന്നതിനിടയിലാണ് ഓർഡിനറി ബസ്സുകൾ പലതും ഇന്നലെ നാടകീയമായി സിറ്റി ഫാസ്റ്റ് ആക്കി മാറ്റി ഇതിൽ തട്ടിപ്പ് നടത്താൻ ശ്രമിക്കുന്നു എന്ന വിവരം മറുനാടൻ പുറത്തുവിടുന്നത്. പറഞ്ഞത് ശരിയാണോ എന്നറിയാൻ അമലും ആഷിക്കും KSRTC ഡിപ്പോയിലേക്ക് പോയപ്പോൾ കണ്ടത് ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യങ്ങളായിരുന്നു. സാധാരണ ഓർഡിനറി ബസ്സിൽ പോലും സിറ്റി ഫാസ്റ്റ് എന്ന സ്റ്റിക്കർ ഒട്ടിച്ച് ഈ പരിഷ്കാരത്തെ അട്ടിമറിക്കാൻ നീക്കം നടക്കുന്നു എന്ന് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങൾ ഞങ്ങൾ കണ്ടു. ഇത് ഭയങ്കര കഷ്ടാണല്ലോ. ഇവിടെ ചോദിക്കാനും പറയാനൊന്നും ആരുമില്ലേ? ഓർഡിനറി ബസ്സുകൾ നിരവധിയായ KSRTCയുടെ ഓർഡിനറി ബസ്സുകളെല്ലാം തന്നെ സിറ്റി ഫാസ്റ്റാക്കി മാറ്റുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. BJP അടക്കം എല്ലാ ബസ്സുകളിലും ഈ സർവീസ് ഉണ്ടാകുമെന്നാണ് സർക്കാർ ആദ്യം പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ ഓർഡിനറിയിലേക്ക് മാത്രം ചുരുക്കിയെന്ന് BJP അല്പസമയത്തിൽ പ്രതിഷേധിക്കുന്നുണ്ട്. അപ്പൊ അടുത്ത ഘട്ടം എന്നുള്ള നിലയിൽ മറ്റു ബസ്സുകളിലേക്ക് എപ്പോഴായിരിക്കും പ്രതിഷേധിക്കേണ്ടവർ ശക്തമായി പ്രതിഷേധിക്കട്ടെ. അപ്പൊ നീ എനിക്ക് പുല്ലുവിലൂടെ തരുന്നത് പുല്ലുവില. സ്റ്റിക്കർ ഇതാ പുതിയത് പതിച്ചിരിക്കുന്നു എന്നതാണ് സൂപ്പർ ഫാസ്റ്റിന്റെ സ്റ്റിക്കർ. സിറ്റി ഫാസ്റ്റിന്റെ സ്റ്റിക്കർ മുന്നിൽ കൂടാതെ അരുൺ കാണാതിരിക്കരുത് എന്ന് കരുതി അരികിലും ഇവിടെ കയറിയിരുന്നോ? ഒടുവിൽ പൈസ കൊടുത്ത് പോകാൻ തീരുമാനിച്ചു. അതേ പറ്റൂ, അല്ല നമുക്ക് ഫ്രീ ഒന്നും കിട്ടൂല. എന്തിനാ ഇങ്ങനെ മനുഷ്യരെ കൊരങ്ങളിപ്പിക്കുന്നത്? നിരവധി ബസ്സുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതുകൊണ്ട് ഒരൊറ്റ സൗജന്യ ബസ് പോലും കണ്ടില്ല. ഞാൻ ഇവിടെ ഉള്ളവരോട് ചോദിച്ചപ്പോഴാണ് വിഷമം നമുക്ക് യഥാർത്ഥത്തിൽ മനസ്സിലായത്. എന്താ സംഭവിച്ചത്? രാവിലെ തൊട്ട് ഇവിടെ ഇന്ന് ഫ്രീ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ കണ്ടു ഫ്രീ. നെടുമങ്ങാട് മാത്രമേ ഉള്ളൂ ഫ്രീ ആയിട്ടുള്ള ബസ്. എത്രയോ ജനങ്ങൾ നമ്മളെല്ലാം ഓരോരുത്തന്ന് വരുന്നവരാ. അപ്പൊ നെയ്യാമ്പൂട്ടിന്ന് വരുന്നതാണ്, നെയ്യാമ്പൂട്ടിന്നാണ്. അവിടെ 1 മണിക്കൂർ ക്യൂ നിന്ന് കൊടപ്പനക്കുന്നിലേക്ക് എത്ര സമയം
നിന്നിട്ട് ഏകദേശം 3/4 മണിക്കൂറായി. അതും സഹിക്കാൻ വയ്യാ തന്നെ ഇവിടെ ചോദിച്ചത്. സിറ്റി പാസ് പുറപ്പെടുന്നു. അരുൺ ഇത് കണ്ടോ, എല്ലാ ബസ്സുകൾക്കും സിറ്റി ഫാസ്റ്റ് സ്റ്റിക്കറാണ് പതിച്ചിരിക്കുന്നത്. ഇവിടെ സാറേ ഇതെന്ത് ന്യായം, ഇതെന്ത് നീതി, ഇതെന്ത് സ്ത്രീകളോടുള്ള വെല്ലുവിളി തന്നെയാണ്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞത്, ഇപ്പൊ ഏതാണ്ട് 15 മിനിറ്റ് ആയി കഴിഞ്ഞു. ഒരു ഉദ്ഘാടനം കഴിഞ്ഞ് നേരെ ഇങ്ങോട്ടേക്ക് വരികയായിരുന്നു. ഒരൊറ്റ സൗജന്യ ബസ്. ഇത് സൗജന്യമാണ് ബസ്, പൈസ കൊടുക്കണം. കൊച്ചന്മാരെ, ഇത് വളരെ ചീപ്പ് വേലയായി പോയല്ലോ. പ്രതിനിധികളോട് പറയുന്നു, ഇതാ ഓർഡിനറി ബസ്സുകളെല്ലാം സിറ്റി ബസ് സ്റ്റിക്കർ ഒട്ടിച്ചുകൊണ്ട് അട്ടിമറി നടക്കുകയാണ്, പോയി കാണാൻ. ഒന്നും ബാധിക്കൂല. കാര്യം അവര് ഇവിടെ ലോക്കലോട് ഇന്നലെ വരെ ഓടിക്കുന്ന എല്ലാ വണ്ടിയും സിറ്റി ഫാസ്റ്റ് ആക്കി. അങ്ങനെ അവനെ കളിക്കല്ലേ, ലോക്കലിലാക്കി ഓർഡിനറി ആക്കുന്ന ഇന്നലെ വരെ ഓടിക്കുന്ന വണ്ടി മൊത്തം ഇന്ന് സിറ്റി ഫാസ്റ്റ് ആക്കി. എന്നെ പറ്റിക്കാൻ നോക്കിയാലുണ്ടല്ലോ പെരുവിരലിൽ നിർത്തി കറക്കും ഞാൻ. ഇത് അവിടെ ഉദ്ഘാടനം കഴിഞ്ഞിട്ടാണ് കയറിയത്. ഞങ്ങൾ ടിക്കറ്റ് എടുക്കുന്നത് 9:34 അപ്പൊ ഞങ്ങൾ ചോദിച്ചു സൗജന്യം അല്ലേന്ന് വെച്ചപ്പോ അവർ പറഞ്ഞു സിസ്റ്റം ഇതായിട്ടില്ല, സോ അതുകൊണ്ട് സൗജന്യം അല്ലാന്ന് ഞങ്ങളുടെ ഇന്ന് കാശ് വാങ്ങിച്ചു. ഓക്കെ, അത് കഴിഞ്ഞ് പുതുക്കാട് എത്തിയപ്പോ അവിടെ നിന്ന് കുറച്ച് ആൾക്കാർ കയറിണ്ട്. മെമ്പറാണോ MLA അങ്ങനെ കുറച്ച് ആൾക്കാർ ഈ സാധനമൊക്കെ അവിടെ നിന്ന് വെച്ചേന്ന് തോന്നുന്നു. അപ്പൊ ആ മാമിന്റെ അടുത്ത് പറഞ്ഞു ഞങ്ങളുടെ നിന്ന് കാശ് ഇങ്ങനെ വാങ്ങിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ ആള് ചിരിച്ചിട്ട് ഞങ്ങൾക്ക് പൂ തന്നിട്ട് മാത്രം പോവാ. സന്തോഷമുണ്ട്, ഇങ്ങനെ തന്നെ ചെയ്യണോട്ടാ. നമ്മളിപ്പോ ഒരാളുടെ അടുത്ത് ഒരു കൺസേൺ പറയുകയാണെങ്കിൽ നമുക്ക് അതിന് ഉത്തരം എന്തെങ്കിലും തരണം. അത് ഉത്തരം ഒന്നുമല്ല, അവര് ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കുക, ഈ പൊസിഷനിൽ നിൽക്കാം, മാം ഇവർക്ക് കൊടുത്ത് അവർക്ക് കൊടുക്കുന്നു മാത്രം പറയാനുള്ളൂ. അപ്പൊ വളരെ മോശം. സർക്കാർ വരുന്നതിന് മുമ്പ് മാനിഫെസ്റ്റോ എന്ന നിലയിൽ പുറത്തിറക്കിയത് കേരളത്തിലെ മുഴുവൻ സ്ത്രീകൾക്കും KSRTCയുടെ എല്ലാ ബസ്സിലും എവിടെ പോകാനും സൗജന്യ യാത്ര നൽകുമെന്നാണ് VD സതീശൻ കേവലം പത്രസമ്മേളനത്തിലല്ല KSRTC ബസ്സുകളിൽ കയറിയിട്ട് പ്രഖ്യാപിച്ചത്. പ്രിയപ്പെട്ടവരെ, ഇത് പച്ചയായൊരു തട്ടിപ്പാണ്. പേപ്പറിലും ടിവിയിലും കൂടി വരുമ്പോഴത്തേക്ക് ഉള്ളപാനം മാസ്കോടെ കാമ കൊണ്ടുപോകുമല്ലോ. മുഖ്യമന്ത്രിയുടെ മറ്റൊരു സ്റ്റേറ്റ്മെന്റ് കൂടി ശ്രദ്ധയപ്പെട്ടെന്ന് തോന്നുന്നു അല്ലെ, രേഖപ്പെടുത്തുകയാണ്. അദ്ദേഹം അന്ന് പറഞ്ഞ ഈ ഒരു വാക്ക് പറഞ്ഞതെന്ന് പറഞ്ഞാൽ പുരുഷന്മാർക്ക് ഫ്രീ കൊടുത്തു കഴിഞ്ഞാൽ ആ കാശ് വീട്ടിലെത്തില്ല എന്ന് കിട്ടുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ മദ്യമാണ് ഉദ്ദേശിച്ചത്. അപ്പൊ പുരുഷന്മാരെല്ലാവരും ജോലി ചെയ്യുന്ന കാശ് മദ്യപിച്ചിട്ടാണോ വീട്ടിൽ പോകുന്നത്? അങ്ങനെയല്ല. ആ ദേഷ്യത്തിന് ബ്രാൻഡി എടുത്തു കുടിക്കുന്ന അമ്മമാരും ഈ കേരളത്തിലില്ല. വേണ്ടുന്ന സാധനങ്ങൾ വാങ്ങി, പാല് സഹിതമുള്ള സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് വീട്ടിൽ പോകുന്ന ഭർത്താക്കന്മാരെയും പിതാക്കന്മാരെയാണ് നമ്മൾ കാണുന്നത്. അങ്ങനെയുള്ളവരെ തള്ളി പറഞ്ഞതിൽ മോശമായി. കേസ് കൊടുക്കണം പിള്ളേച്ചാ. KSRTCയിൽ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്രക്കെതിരെ ഹൈക്കോടതിയിൽ ഹർജി. പദ്ധതി ഏകപക്ഷീയവും വിവേചനപരവുമാണ് എന്നാണ്. അതുകൊണ്ട് തന്നെ പദ്ധതി റദ്ദാക്കണമെന്നാണ് ഈ പൊതു താല്പര്യ ഹർജിയിൽ പറയണ്ടേ. മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാര്യം, ലിംഗാടിസ്ഥാനത്തിലുള്ള വേർതിരിവ് അത് വിവേചനപരമാണ് എന്ന കാര്യമാണ് ഇതിൽ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള ഈ പദ്ധതി റദ്ദാക്കണം എന്ന കാര്യവും കൂടി ഇതിൽ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ.